ആരോഗ്യം അമൂല്യം. ഭാരതീയ ചികിത്സാ വകുപ്പ് നൽകുന്ന സേവനങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു DMO ഡോക്ടർ ശ്രീലത എസ്. ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന വിഷയങ്ങൾ ആയുർവേദ ചികിത്സയാണ് നമ്മൾ ഭാരതീയ ചികിത്സാ വകുപ്പ് മുഖേന നമ്മുടെ നാട്ടിൽ നൽകി വരുന്നത്. ഇത് ആയുഷ് വകുപ്പ് എന്ന പേരിലാണ് നമ്മുടെ വകുപ്പ് രൂപീകൃതമായിട്ടുള്ളത്. അതിൽ ഹോമിയോപ്പതിയുണ്ട്, ആയുർവേദമുണ്ട്, നാച്ചുറോപ്പതിയുണ്ട്, യോഗയുണ്ട്. ഇതുപോലുള്ള നമ്മുടെ നാട്ടിൽ തനതായി വികസിച്ചു വന്ന ശാസ്ത്രശാഖകളും ഹോമിയോപ്പതിയുമാണ് ഈ ആയുഷ് വകുപ്പിൻ്റെ കീഴിൽ നമ്മളിന്ന് സേവനം നൽകി വരുന്നത്. ആയുർവേദം അഥവാ ആയുസ്സിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഭാരതത്തിൽ രൂപപ്പെട്ട് പ്രയോഗത്തിലിരിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണല്ലോ. ജീവിത ദൈർഘ്യം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ പരിചരണം ഇന്ന് നമ്മുടെ സമൂഹത്തിന് വലിയൊരു പ്രാധാന്യം നൽകേണ്ടി വന്നിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് അരികെ എന്നും സ്നേഹധാര എന്ന പേരിലും 2 പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ നവകേരള ആശയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ അരികെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്നേഹധാര എന്ന പദ്ധതി. അതായത് അശരണരായ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹധാര. കാരുണ്യ എന്നത് നാഷണൽ ആയുഷ് മിഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സാന്ത്വന ചികിത്സാ പദ്ധതിയാണ്. അപ്പം എല്ലാ പഞ്ചായത്തുകളിലും പ്രൈമറി യൂണിറ്റുകളിലായിട്ട് നമ്മൾ 5000-ഓളം പേരെ പ്രതിവർഷം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി യൂണിറ്റ് വഴി 110-ഓളം പേർക്ക് നമ്മൾ ചികിത്സ നൽകി വരുന്നുണ്ട്. ഇതാണ് സാന്ത്വന ചികിത്സയ്ക്കുള്ള നമ്മുടെ പദ്ധതികൾ. പ്രസൂതി ചികിത്സ എന്ന് പറയുന്നതിൽ പ്രസൂതി എന്നുള്ള വാക്ക് തന്നെ പ്രസവം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ആരോഗ്യമുള്ള ഗർഭകാലം, അതുപോലെ തന്നെ പ്രസവ അനന്തര പരിചരണം, നവജാത ശിശു പരിചരണം, ഈ 3 സ്റ്റേജിലും അവർക്ക് വേണ്ട ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഔഷധങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണവും, ശരിയായ രീതിയിൽ ഔഷധങ്ങൾ എടുക്കുക, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് തന്നെയാണ് ഈ പ്രസൂതി പദ്ധതി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10-ഓളം വർഷമായി നമ്മൾ സ്പോർട്സ് ആയുർവേദ രംഗത്ത് ഭാരതീയ ചികിത്സാ വകുപ്പ് പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിസാറിലാണ് അഡ്മിറ്റഡ് കേസസ് നമ്മൾ അതിൻ്റെ ഒരു ടെർഷ്യറി സെൻ്ററായിട്ട്, അതിൻ്റെ ഒരു ട്രെയിനിങ് സെൻ്ററായിട്ട് എല്ലാം കണ്ടിരിക്കുന്ന, അതിൻ്റെ ഡേറ്റ ഡെവലപ്മെൻറ്റും മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് അതിനെ നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ സ്പോർട്സ് ആയുർവേദ എന്ന് പറയുന്നത് ഇപ്പം അതൊരു വലിയൊരു ഒരു ബ്രാൻഡഡ് മെഡിസിൻ ആയിട്ടുണ്ട് സ്പോർട്സ് ആയുർവേദ എന്ന് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ ഏത് മീറ്റ് നോക്കിയാലും അവിടെ സ്പോർട്സ് ആയുർവേദയുടെ ഒരു ടീം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്കൂൾ ഗെയിംസ്, അവിടെയും ഇതിൻ്റെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. NCD ക്ലിനിക്കുകളെന്നും പറഞ്ഞിട്ട് ജില്ലയിലെ എല്ലാ ആയുർവേദ സ്ഥാപനങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസം ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയ്ക്കും പ്രതിരോധ ബോധവൽക്കരണത്തിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. NCD ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് അത് എല്ലാ ആശുപത്രികളിലും എല്ലാ ഡിസ്പെൻസറികളിലും നിലവിൽ നടന്നു വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ ബോധവൽക്കരണ ക്യാമ്പയിനുകളിലും ഈ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള സ്ക്രീനിങ്ങും ബോധവൽക്കരണവും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വേറൊരു പദ്ധതിയാണ് ആയുഷ് ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി. അത് നാഷണൽ ആയുഷ് മിഷൻ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. നമ്മുടെ വകുപ്പിൽ മുഖാന്തരം നടത്തുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തെ മുഴുവൻ ആയുഷിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആയുർവേദത്തിൻ്റെ കുടക്കീഴിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനകത്ത് കുട്ടികൾക്കുള്ള സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമുണ്ട്, അവർക്കുള്ള ബോധവൽക്കരണ പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ബോധവൽക്കരണമുണ്ട്. അതുപോലെ യോഗ ജീവിതചര്യയിൽ കൊണ്ടുവരുന്നതിനുള്ള യോഗ പരിപാടികളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ആയുഷ് ഗ്രാമം എന്ന് പറയുന്നത്. ഭാരതീയ ചികിത്സാ വകുപ്പ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് സംസാരിച്ചത് DMO ഡോക്ടർ ശ്രീലത എസ്.